എനിക്ക് വേറൊന്ന് സാർ, ഈ സ്ട്രെസ് കുട്ടികൾ പറയുമല്ലോ, കുട്ടികളുടെ ഒരു ഏജിൽ സ്ട്രെസ്സാണ് പഠിക്കണം, മൂന്നാം ക്ലാസ്സിലെ മോള് കഴിഞ്ഞ സമയം നിങ്ങൾ ടെൻഷൻ ആക്കില്ല. അപ്പൊ ഈ യൂസ്ട്രെസ് തന്നെയാണ് ഡിസ്ട്രെസ്സിലേക്ക് പോകുന്നത്. ശരിക്കും പഠിക്കണം എന്നുള്ളതിന് നമ്മൾ പറയാം, ഞങ്ങളൊരു വർക്ക് സ്റ്റഡി സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം എന്നാ പാരന്റ്സിനോട് പറയല്. ടീച്ചറെ, നമ്മളെ കുട്ടികളെ ഇപ്പം നമ്മൾ കുട്ടികളിൽ ഒരുപാട് കുട്ടികൾ ഈ പരീക്ഷ ഓറിയൻറ്റഡ് ആയിട്ട് വയറുവേദന, തലവേദന, ഇങ്ങനെ കുറേ സിംറ്റംസ് കാണിക്കാറുണ്ടല്ലോ. ടീച്ചർ അതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു വിഭാഗത്തിലാണ് ടീച്ചർ സാധാരണ ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരു അക്കാദമിക് സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടതായിട്ടാണ് ടീച്ചർക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഈ കുട്ടികൾക്ക് ഒരുപാട് സ്ട്രെസ്സാണ്. അതിലേറ്റവും മെയിനായിട്ട് പറയേണ്ടത് രക്ഷിതാക്കളുടെ എക്സ്പെക്റ്റേഷൻസ് തന്നെയാണ്. ഓവർ എക്സ്പെക്റ്റേഷനാണ്. എൻ്റെ കുട്ടി അതിലേക്ക് എത്തണം എന്നുള്ള, അപ്പോൾ അതിങ്ങനെ അടിച്ചേൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, അതാണ് മെയിനായിട്ട് പറയേണ്ടത്. അത് ശരിക്കും ആക്റ്റീവായിട്ടും പാസീവായിട്ടും സ്ട്രെസ് വരുന്നില്ലേ? ഉണ്ട്. രണ്ട് രൂപത്തിലും കുട്ടീനെ അത് ബാധിക്കും. ആക്റ്റീവായിട്ടും ബാധിക്കുക, അതായത് ഫ്രണ്ടിലേക്ക് എത്തണം എന്നുള്ള ഒരു നിലക്കും കുട്ടിയിലേക്ക് വരാം. അത് പാസീവായിട്ടും അത് നല്ലോണം ബാധിക്കും. ഈ പാസീവായിട്ടുള്ള എക്സ്പെക്ടേഷൻ ഉദ്ദേശിച്ച് പറയാതെ പറയുന്ന ഒരു എക്സ്പെക്ടേഷൻ. ഇപ്പോൾ ഒരു എൻട്രൻസിൻ്റെ കുട്ടികൾ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ അച്ഛൻ പറയും, മോളെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല, അമ്മ പറയും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ കുട്ടിയുടെ ഹോസ്റ്റൽ ഫീസ്, ഈ കുട്ടിക്ക് വാങ്ങിയ പുസ്തകത്തിൻ്റെ അതേപോലെ ഒരുപാട് പുസ്തകങ്ങളുടെ എണ്ണം, ഈ കുട്ടിയുടെ മുമ്പിലിരിക്കുന്ന ഓരോ ആളുകളുടെയും എക്സ്പെക്റ്റേഷൻസ്, ഈ കുട്ടിക്ക് എൻട്രൻസിന് പോകുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഇതൊക്കെ പോസിറ്റീവ് സംഭവങ്ങളാണ്. സപ്പോർട്ട് സിസ്റ്റം, ഇതെല്ലാം സ്ട്രെസ്സാണ്, സ്ട്രെസ് ആവശ്യമാണ്. പക്ഷെ അതൊരു ഡിസ്ട്രെസ് ആയിട്ട് ഇങ്ങനെ മാറിപ്പോകും. അതായത് ഇത്രയും കാര്യങ്ങൾ എനിക്ക് തന്നതല്ലേ, അപ്പൊ ഞാൻ എക്സ്പെക്ടേഷൻ ഞാൻ അതിലേക്ക് എത്തണ്ടേ. ചിലപ്പോ എത്താനും കഴിയൂല. കാരണം കൂടെയുള്ള കുട്ടികളൊക്കെ ഹൈ ലെവലിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ആ കുട്ടി ചിലപ്പോൾ മാർക്ക് ബാക്കിലേക്ക്, എൻട്രൻസിന് അങ്ങനെയാണല്ലോ, കുറച്ച് ഇങ്ങനെ വീക്കിലി എക്സാം നടത്തും, അതിലിങ്ങനെ ബാക്കിലേക്ക് വരുമ്പോൾ എക്സ്പെക്ടേഷനിലെ പാരന്റ്സിന്റെ പ്രഷർ ഉണ്ടാവും. എന്താണോ ചോദിക്കാൻ കാരണം, വാഴ മൂവിയിൽ ഒരു ഡയലോഗ് കേട്ടിട്ടുണ്ട്, കുട്ടികൾക്ക് അത്യാവശ്യം നല്ല ഫ്രീഡം കൊടുക്കും, നിനക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, എന്നിട്ട് പിന്നെ പറയും നീ എൻജിനീയർ ആവണം. ഇതൊരു ഭാഗത്ത് പറയും, എന്നിട്ട് അത് അച്ഛനുണ്ട് ഫിലിമിലെ അച്ഛന്മാരൊരു കൺസെപ്റ്റ് ഉണ്ട്, ഇതാവണം, നീ ബിടെക് എടുക്കണം. പ്രഷർ നല്ലതായിരിക്കും. അപ്പൊ ഈ പ്രഷർ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചിലപ്പം ആ കുട്ടിയുടെ ഇമോഷണൽ ഡൗൺ ആയിരിക്കും, അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഇഷ്യൂ ആയിരിക്കും. രക്ഷിതാക്കൾ ചിലപ്പോൾ കുട്ടിക്ക് വയറിന് എന്തൊക്കെ അസുഖങ്ങൾ, ഒരു ഗ്യാസിൻ്റെ ഇഷ്യൂസ്, തലവേദന, മൈഗ്രെയിന്, ഒരു ഫറ്റീക്ക്, ആകെ ടയേർഡായിരിക്കുക, അത് എല്ലാ രൂപത്തിലും വരും. ഫിസിക്കലി വരും, ഇമോഷണലി വരാം, കോഗ്നിറ്റീവ്ലി വരാം. ഇതിൽ രക്ഷിതാക്കൾ പരാജയപ്പെടുന്ന ഇവിടെ അറിയാം. ഈ അസുഖം ഉണ്ട് എന്ന് പറഞ്ഞ ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ അസുഖം കാണാൻ ഉണ്ടാവില്ല. ഒരു ബയോളജിക്കൽ റീസൺ നമുക്ക് കിട്ടണ്ടായി, ഇന്ന കാരണം കൊണ്ടാണ്. സൈക്കോസൊമാറ്റിക് പോലുള്ള അതിന് നമ്മൾ പിന്നീട് സൈക്കോസൊമാറ്റിക് എന്നൊക്കെ പേരിട്ട് വിളിക്കും അസുഖങ്ങളെ. അപ്പോഴും ഇത് കണക്ട് ചെയ്യുന്നത് മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. തലവേദന എത്രയായിട്ട് മാറുന്നില്ല, ഒരു തലവേദന അല്ലെ ഒരു വയറുവേദന വരില്ല, ഇപ്പോഴും ഒരു വയറുവേദന. ഈ പാരന്റ്സിന്റെ ഭാഗത്തു നിന്നല്ലാതെ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഒരു സ്കൂൾ സിലബസിൽ ഓവർ വർക്ക് ലോഡ് പറഞ്ഞത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ചിലർ പറയും ഓവർ വർക്ക് ലോഡാണ്. പണ്ടുള്ളതും ഇപ്പോഴുള്ളതും ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ കൂടെ അസൈൻമെൻറ്റ് കൊടുക്കുന്നുണ്ടാവും, കുട്ടികൾക്ക് പ്രൊജക്റ്റ് വർക്ക് ഉണ്ടാവും, പിന്നെ കൂടുതൽ പഠിക്കാനുള്ളതൊക്കെ ഏകദേശമൊക്കെ സെയിം ആണെങ്കിലും പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇതൊക്കെ മാനേജ് ചെയ്ത് കുട്ടി സെയിം ഇതിലിങ്ങനെ പോവണം. പിന്നെ ഒരു കുട്ടിക്ക് 9-10 വിഷയങ്ങൾ വരുമ്പോൾ അത് മാനേജ് ചെയ്ത്, എല്ലാ വിഷയങ്ങളും ചിലപ്പോൾ കുട്ടിക്ക് ഒരേപോലെ മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ അവിടെ ഒരു താഴോട്ട് വരുമല്ലോ. പിന്നെ കമ്പാരിസണും അതിൻ്റെ ഒരു വലിയൊരു ഭയങ്കര പ്രശ്നമാണ്. അതെ, നമ്മള് റാങ്ക് ഒക്കെ എടുത്ത് കഴിയുമ്പോഴേ, റാങ്ക് ക്ലാസ്സിലെ റാങ്ക് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാം സഹിക്കാം.
എൻ്റെ അച്ഛനമ്മേനേക്കാൾ കൂടുതൽ ബാക്കിയുള്ള ആൾക്കാർക്ക് എൻ്റെ മാർക്ക് അറിയാൻ സോഷ്യൽ സോഷ്യൽ എത്ര A+ ഉണ്ട് എന്നാണല്ലോ ചോദിക്കുക. എനിക്ക് എത്ര A+ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് ഓട്ടോമാറ്റിക്കലി എനിക്ക് അത്രയല്ലേ ഉള്ളൂ, അപ്പുറത്തുള്ള കുട്ടിക്ക് 10 ഉണ്ടല്ലേ 9 ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്നൊരു വരുന്നുണ്ടോ A+ എന്നുള്ള പ്രഷർ? ടീച്ചറാണ്, അതുകൊണ്ട് അങ്ങനെ തന്നെ ചോദിക്കും. അക്കാദമിക് ഏരിയ നമ്മൾ പറയും മാക്സിമം നിങ്ങളുടെ ലെവലിന്റെ പറയണല്ലോ. നിങ്ങൾ സ്വപ്നം കാണാൻ അല്ലെങ്കിൽ ഇപ്പൊ ഒരു സൈക്കോളജി ആണ്, ഞങ്ങൾ പറയും നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ഇത് ഉപയോഗിക്കണം, കഴിവ് ഉപയോഗിച്ചിട്ട് എത്ര നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ, എത്ര A+ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രയും സ്കോർ ചെയ്യണം. നമ്മൾ ഒരുപാട് ഇപ്പൊ നമുക്കൊരു മാച്ച് കളിക്കുകയാണെങ്കിൽ മാച്ച് കളിച്ച് തീരുന്നതിന് മുമ്പ് എത്രത്തോളം നമുക്ക് കളിക്കാൻ പറ്റുമോ, എത്രത്തോളം നമുക്ക് അതിന് റിസ്ക് എടുക്കാൻ പറ്റുമോ, എങ്ങനെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെ സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റുമോ, ആ സ്കെഡ്യൂൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ, എത്ര ദിവസം സ്കെഡ്യൂൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോ ദിവസവും ഞാൻ പ്ലാൻ ചെയ്ത പ്ലാനിങ്ങോടുകൂടി പോകുമ്പോൾ ലാസ്റ്റ് വൈകുന്നേരം അവനാണ്ട് തോൾ തട്ടിയ ഡേയ്സ് ഐ എം ഗുഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ആ ബുക്കിൻ്റെ താഴെ എനിക്കൊരു സ്റ്റാർ ഇട്ട് ഞാൻ സെൽഫായിട്ട് വെരി ഗുഡ് ടുഡേ യു കംപ്ലീറ്റ് യുവർ ടാർഗറ്റ് എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ ടാർഗറ്റ് കൊടുത്തൊരു പ്രഷർ എന്തായാലും ചെറിയ പ്രഷർ വേണം. പക്ഷെ എനിക്ക് വേറൊന്ന് സാർ, ഈ സ്ട്രെസ് കുട്ടികൾ പറയുമല്ലോ, കുട്ടികളുടെ ഒരു ഏജിൽ സ്ട്രെസ്സാണ് പഠിക്കണം, 3ാം ക്ലാസ്സിലെ മോള് കഴിഞ്ഞ സമയം നിങ്ങൾ ടെൻഷൻ ആക്കില്ല, ടെൻഷനാണോ? അപ്പോൾ ഇവർ പറയുന്ന ഡയലോഗ് ടെൻഷൻ ആക്കില്ല, സ്ട്രെസ് ആക്കില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആണ്. ഇവളിപ്പത്തിന് അതിനെ കുറിച്ച് അവെയറാണ്. ഈ മെന്റൽ ടെർമിനോളജീസ് ഉണ്ടല്ലോ, മെന്റൽ ഹെൽത്ത്, സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇത് നോർമലാണ്. ചെറിയ സങ്കടവും സ്കൂളിൽ എന്തെങ്കിലും പഠിക്കാൻ പറ്റാത്തതെന്ന് ഞാൻ ഡിപ്രഷനിലാണ് അല്ലേ? ശരിക്കും എനിക്ക് തോന്നുന്നു സാർ, ഈ യൂസ്ട്രെസ്സും ഡിസ്ട്രെസ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം മക്കൾക്ക് അറിയില്ല. നമുക്ക് ഈ സ്ട്രെസ് എന്ന് പറയുമ്പോഴേ ഇപ്പൊ സ്ട്രെസ് 2-3 കാര്യമാണ്. സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ. ഈ ഡിപ്രഷൻ എന്ന ടെർമിനോളജി ഒന്നും എനിക്ക് ഡിപ്രഷൻ ആണെന്നൊക്കെ പറയുന്ന ആൾക്കാർ ആ യൂസ് ചെയ്യാനേ പാടില്ല. രണ്ട് ലെവലാണ്. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഒരു വേറെ അക്യൂട്ട് ലെവലാണ്. സിംറ്റംസ് ഓഫ് ഡിപ്രഷൻ ചിലപ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ ഡിപ്രഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. ഡിപ്രഷൻ അത് വേറെ തന്നെ സംഭവമാണ്. കുട്ടികൾ പറയും ഞാൻ ഡിപ്രഷനിലേക്ക് പോയി ടീച്ചറെ, ഡിപ്രഷൻ അതെന്താന്ന് അവർക്ക് ഒരു നോർമലൈസിങ് ടെർമിനോളജി. അപ്പോൾ ഇതിലിപ്പോൾ ഡിപ്രഷൻ അപ്പോൾ യൂസ് സ്ട്രെസ് ആൻഡ് ഡിസ്ട്രെസ്, 2 സ്ട്രെസ് ഉണ്ട്. ഒരു മനുഷ്യന് മുമ്പ് ഒരു എക്സാമിനേഷൻ വരുന്നു, ഐ ഹാവ് ടു പ്ലാൻ, ഐ ഹാവ് ടു ടേക്ക് ആക്ഷൻ, ഐ ഹാവ് ടു സ്കെഡ്യൂൾ, ഐ ഹാവ് ടു വർക്ക് എന്നുള്ളൊരു സാധനം എൻ്റെ ഉള്ളിൽ വരണം എന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു സ്ട്രെസ് വേണം. റിസൾട്ട് കിട്ടണമെങ്കിൽ. എന്നാൽ ഈ പോസിറ്റീവ് ഈ ഒരു തോട്ട് വരികയും ഈ സ്ട്രെസ് വരികയും ഈ കുട്ടി സ്ട്രെസ്സിനെ കുറിച്ച് എന്താവും ആലോചിക്കുകയും നമ്മൾ പുസ്തകം വായിച്ച് തുടങ്ങി ഇത് ഒരുപാട് ബുക്കുണ്ടല്ലോ എങ്ങനെ തിരിയുക എന്ന് ആലോചിക്കുകയും കുട്ടി വായിക്കുന്ന ഒരു സംഭവം പോലും തലയിൽ നിൽക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതൊരു ഡിസ്ട്രെസ്സാണ്. എന്ന് പറഞ്ഞാൽ ആ കുട്ടി ആ സമയത്ത് ഹോണ്ട് ചെയ്തിരിക്കുന്നത് ആങ്സൈറ്റിയുടെ സിംറ്റംസ് ആണ്. ഓവറായിട്ട് ആങ്സൈറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ഒരു ബേസിക് ലെവലിൽ നിന്നാൽ ഓക്കെയാണ്. അത് ഹയർ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ലോവർ ആയാലും ഒരാൾക്ക് യൂസ്ട്രെസ് ഇല്ല, സ്ട്രെസ് ഫ്രീ ആണ്. എന്ത് ജീവിതം, എന്ത് ഭാവിച്ചു, ഇനി ഒരു കൊറോണ വന്നപ്പോൾ എന്താ ചെയ്യാ, ഇനിയിപ്പോ അല്ലെങ്കിൽ 2030-35 എൻ്റെ ജീവിതം ഞാൻ ഉണ്ടെങ്കിലല്ല ആലോചിക്കണ്ടുള്ളൂ. കയ്യിൽ നിന്ന് പോയില്ലേ. നമ്മുടെ ലൈഫ് ഏറ്റവും മനോഹരമായിട്ടും എല്ലാവരുടെയും വാല്യൂ കൊടുത്ത് നമ്മൾ ജീവിക്കാൻ കാരണം എന്താ? നമുക്ക് യൂസ്ട്രെസ് ഉള്ളത് കൊണ്ടാണ്. ഞാൻ കൊടുക്കുന്നതിൻ്റെ റിസൾട്ട് എനിക്ക് വരും എന്നൊരു ഫീലിംഗ് ഉള്ളത് കൊണ്ടാണ് അല്ലേ? അപ്പൊ യൂസ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായ സ്ട്രെസ് എക്സാക്ട്ലി നമ്മുടെ സ്ട്രെസ്. ഇപ്പൊ ഈ കുട്ടികളെ ഈ സ്ട്രെസ്സിന്റെ പേര് തന്നെയാണ് അവർ എക്സാം ആൻസൈറ്റി, എക്സാമിന് കയറി കഴിഞ്ഞാൽ ബ്ലാങ്ക് ആവുന്ന അവസ്ഥ, അത് പഠിച്ചതെല്ലാം അതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാതെ. അതിനൊക്കെ ടീച്ചേഴ്സ് എങ്ങനെയാ സപ്പോർട്ട് ചെയ്യാം? അതിന് അവർക്ക് ശരിക്കും പഠിക്കണം എന്നുള്ളതിന് നമ്മൾ പറയാം, ഞങ്ങളൊരു വർക്ക് സ്റ്റഡി സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം എന്നാ പാരൻസിനോട് പറയല്. ഡൈനിങ് ഹാളിൽ വന്നിട്ട് പഠിക്കണ്ട, അല്ലെങ്കിൽ കിച്ചണിൽ വന്ന് പഠിക്കണ്ട, അവർക്കൊരു സ്ഥലം, ഒരു സ്ഥലം, ഒരു ടേബിൾ ഇട്ടിട്ട് അവിടെ പഠിക്കുന്ന സ്ഥലമാണ് എന്ന് അവർക്ക് തോന്നണം. അതിൽ ബുക്കൊക്കെ നീറ്റായിട്ട് എല്ലാം ഒരു നീറ്റ് കാണുമ്പോൾ തന്നെ നമുക്കൊരു തോന്നുമല്ലോ എന്നെ പഠിക്കണം. എന്നിട്ട് അവരോട് പറയും സ്വയം എനിക്ക് എങ്ങനെയാണോ കഴിയുന്നത് അതേപോലെ ഒരു ചാർട്ട് ഉണ്ടാക്കുക, ഒരു ചെറിയൊരു ചാർട്ട്. ഞാൻ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ പഠിക്കും ഇന്ന വിഷയം, അല്ല ഇത്ര ചാപ്റ്റർ പഠിക്കും.
അങ്ങനെ ഒരു ടൈം ടേബിൾ എന്ന് പറയുമല്ലോ നമ്മൾ, അത് ആ ടേബിളിന്റെ മുകളിൽ നമ്മൾ സാധാരണ പറയുന്ന ആ ടേബിളിന്റെ മുകളിൽ ഒട്ടിച്ചു വെക്കണം. എന്നിട്ട് അതൊന്ന് ഫോളോ ചെയ്യാൻ പറയാ കുട്ടീനോട്. പിന്നെ വേറൊന്ന് ടെക്നിക്ക് ഉള്ളത് നമ്മൾ സാധാരണ പറയും ഇല്ല സാറേ, പ്രൊമോഡോറോ ടെക്നിക്ക്. അതെന്താ വെച്ചാൽ ഒരു 25 മിനിറ്റ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. പിന്നെ ഒരു ബ്രേക്ക് എടുക്കുക, നമുക്കൊരു റിലാക്സേഷൻ വേണമല്ലോ. കുറച്ച് പാരൻസിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്, നിങ്ങൾ കുട്ടീനെ അവിടെ തന്നെ ഇരുന്നോ പഠിച്ചോ എന്ന് പറയണ്ട, കുട്ടി ഒരു കുറച്ചു നേരം ഇരുന്ന് പിന്നെ ഒന്ന് എണീറ്റ് പോയിക്കോട്ടെ. ശരിക്കും പാരന്റ്സ് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കണം. പക്ഷെ എല്ലാവരുടെയും കുറേ പഠിക്കണം. ഇതിലൊരു 2 കാര്യം. ഇപ്പം നമ്മൾ ഈ പ്രൊമോ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴും 25 മിനിറ്റ് കഴിഞ്ഞാൽ എങ്ങനെ ഇവിടുന്നൊരു മുങ്ങാന്ന് ആലോചിച്ചിരിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ 25-ന് ശേഷം ഒരു 5 മിനിറ്റ് ഉണ്ടല്ലോ, അത് ഒരു 35 മിനിറ്റ് മറ്റെന്താ പറയുക സാറേ, മറ്റു മടുത്തു പോകും വായിക്കുന്ന. രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഒന്നിപ്പോൾ നിങ്ങൾ ആ ഒരു പാറ്റേൺ ടൈം ടേബിളിൻ്റെ മുകളിൽ എന്താണ് അവരുടെ ഡ്രീം, അവരുടെ പേര് ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പേര് തന്നെ ഒരു ഡോക്ടർ ബുഷേറ എന്നാണെങ്കിൽ ഡോക്ടർ ബുഷേറ എന്ന് അവിടെ ഒട്ടിച്ചങ്ങ് വെക്കുക. അപ്പോൾ സം ഗോൾ ഷുഡ് ബി ദെയർ. ഫ്യൂച്ചർ പ്രസന്റ് വിഷ്വലൈസ്. ആ കുട്ടിക്ക് നമ്മളൊരു ഈ സ്ട്രെസ് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചാലഞ്ച്, നമുക്കൊരു സംഭവത്തിലേക്ക് കോമ്പീറ്റ് ചെയ്യാനുള്ള നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്താ, എൻ്റെ റിസൾട്ടാണ്. 100 മീറ്റർ ഓടുമ്പോൾ എൻ്റെ റിസൾട്ട് എന്താ, അവിടെ അച്ചീവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു അംഗീകാരമാണ്. ആ അംഗീകാരത്തെ നമ്മൾ ആദ്യം അവിടെ വിഷ്വലൈസ് ചെയ്യുന്നു. അവൻ്റെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ എല്ലാ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഇവാലുവേറ്റ് ചെയ്ത് ഒരു ഡാറ്റ് പിന്നെ അത് ഡിഫറെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് സംതിങ് അവൻ്റെ ഒരു ഗോൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവന് പഠിക്കാതിരിക്കുന്നു. ഇതിൽ 25 മിനിറ്റ് കഴിഞ്ഞ് ഈ 5 മിനിറ്റിൻ്റെ ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് അടുത്ത സബ്ജക്റ്റിലേക്ക് സ്കിപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മാറാനുള്ള ഓപ്ഷൻ ആയിരിക്കാം. അപ്പോൾ അത് ഞാൻ വായിച്ചൊരു സബ്ജക്റ്റ് ഉണ്ട്, അതെനിക്ക് ഇഷ്ടമുള്ളതാണ്. ഇതിന് അടുത്ത 25 മിനിറ്റ് ഞാൻ വേറെ എനിക്ക് ചിലപ്പോൾ അത്ര ഇഷ്ടം കുറഞ്ഞതോ അല്ലെങ്കിൽ എനിക്ക് ഉറക്ക് വരുന്ന സമയമാണെങ്കിൽ കുറച്ച് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റോ മാത്സോ സംതിങ് കണക്ട് ചെയ്യാനുള്ള ഒരു 5 മിനിറ്റ് സ്പേസ് ആക്കി ഇതിനെ മാറ്റാം. അല്ലെങ്കിൽ അവിടുന്ന് എണീറ്റ് കഴിഞ്ഞാൽ എന്താ പ്രയാസം എന്നറിയോ, ചില കുട്ടികൾക്ക് വിൽ പവർ ഉണ്ടായിരിക്കും തിരിച്ചു വന്നിരിക്കാൻ. അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് എണീറ്റ് അങ്ങോട്ടൊന്ന് ഫോൺ ഇങ്ങനെയെങ്കിൽ ചെറിയ ഡിസ്ട്രാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ ഡിസ്ട്രാക്റ്റീവ് ആയ കുട്ടികളാണെങ്കിൽ അത് പ്രയാസമാവും. അപ്പോൾ ടീച്ചർ പറഞ്ഞ അതേ പോയിന്റിൽ അതേ സർക്കിളിൽ അതേ സ്പേസിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ആ 5 മിനിറ്റ് എന്ത് ചെയ്യാം, റിലാക്സേഷൻ എടുക്കാൻ എടുക്കാത്ത ബുക്കൊക്കെ ഒന്ന് എടുത്തൊന്ന് മറിച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് അങ്ങനെ കൊണ്ടുപോകാം. പിന്നെ സ്ട്രെസ് എപ്പോഴാണെന്നറിയോ, ഈ 10ാം ക്ലാസ് ഫുൾ A+ കിട്ടിയിട്ട് അല്ലെങ്കിൽ +2 ഫുൾ A+ കിട്ടിയ കുട്ടി എൻട്രൻസിന് പോകുമ്പോൾ ഭയങ്കരമായിട്ട് കയ്യിൽ നിന്ന് പോകും. ഇതെല്ലാ കുട്ടികൾക്കും ഫീൽ ചെയ്യും. 10ൽ ഫുൾ A+ കിട്ടിയ കുട്ടി +1 മാർക്കിൽ ഭയങ്കര ഡൗൺ ആവും. പിന്നെ വൈ 10ൽ ഫുൾ A+ വാങ്ങുന്ന പോലെയല്ല +1 ഫുൾ A+. നല്ല വ്യത്യാസമുണ്ട്, എൻറ്റയർലി ഡിഫറെൻ്റാണ്. +2 ഫുൾ A+. അവിടെ കണ്ടന്റ് കുറച്ചും കൂടി കൂടുതലല്ലേ. ഇതുപോലെ ഒന്നുമല്ല എൻട്രൻസ്. അപ്പോൾ എനിക്ക് +2 ഫുൾ A+ സയൻസ് കിട്ടിയിട്ട് എൻട്രൻസിന് അങ്ങ് പോകുമ്പോൾ അവിടെ കുട്ടികളിങ്ങനെ പഠിച്ച് റിസൾട്ട് ഇങ്ങനെ വരുന്ന കാണുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യലായിട്ട് നമുക്കൊരു കമ്പാരിസൺ വരില്ലേ, സെൽഫ് കമ്പാരിസൺ. ആളുകളല്ല, നമ്മൾ സെൽഫിനെ നമ്മളങ്ങനെ കമ്പയർ ചെയ്ത് പല കേസുകളിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരെന്നെ ചിന്തിക്കുക, നമ്മുടെ സെൽഫ് ഇതുപോലൊരു സ്റ്റുഡന്റ് വന്നതേ ഈ സ്ട്രെസ് വീട്ടുകാർ പറയുന്നത് ഞങ്ങൾ യാതൊരു പ്രഷറും കൊടുക്കുന്നില്ല, പഠിക്കട്ടെ എന്ന് മാത്രം കഴിയുന്നത്. പക്ഷെ അവരുടെ ഉള്ളിലുള്ള ഇതെന്താണോ, പല വിവാഹങ്ങളും അല്ലെങ്കിൽ പല ഫങ്ഷൻസ് ഒക്കെ കട്ട് ചെയ്ത് ഞാൻ ഈ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെയൊക്കെ എൻ്റെ പാരൻസ് തന്നിട്ട് എനിക്ക് എന്താ റിട്ടേൺ കൊടുക്കാൻ കഴിയും. അപ്പോൾ പല പാരൻസും അവർ സ്ട്രെസ് കൊടുത്തിട്ടല്ല, ഈ നേരത്തെ പറഞ്ഞില്ലേ സാറേ, കുട്ടികൾ സ്വയം ചിന്തിക്കും. ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നിട്ടും